ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ അവസ്ഥ കാണുമ്പോൾ ഒരു ഭയം തന്നെയാണ് തോന്നാറ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ തുറന്നു നോക്കുമ്പോൾ മൊത്തത്തിൽ റെഡ് ആയിട്ട് തന്നെ ആയിരിക്കും കാണിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് താഴേക്ക് പോകുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. പലരും തങ്ങളുടെ ട്രേഡിംഗിന്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാറ് പോലുമില്ല. മറ്റു ചിലരാണെങ്കിൽ പേടിച്ച് കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം വിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ യുദ്ധത്തിന്റെ ആ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ മാർക്കറ്റ് വലിയൊരു ഫോളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഹിസ്റ്ററി നോക്കിയാൽ ഏറ്റവും വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഇതുപോലത്തെ മാർക്കറ്റ് വീഴ്ചകളിലാണ്. ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാരൻ ബഫറ്റ് പറഞ്ഞതുപോലെ മറ്റുള്ളവർ പേടിക്കുമ്പോൾ നമ്മൾ അവസരം നോക്കണം, മറ്റുള്ളവർ ആർത്തി കാണിക്കുമ്പോൾ നമ്മൾ പേടിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. മാർക്കറ്റിലെ ഈ ഒരു വലിയ വീഴ്ചയിൽ ഏകദേശം 40 മുതൽ 50% വരെ കുറഞ്ഞ വില, എന്നാൽ ഫണ്ടമെന്റലി ഒരു കുഴപ്പവും നിലവിലില്ലാത്ത, അതായത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഴ്ച നഷ്ടമായിട്ട് കാണാതെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് കുറഞ്ഞ വിലയിൽ നല്ല കമ്പനികളുടെ ഷെയറുകൾ വാങ്ങാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു അവസരത്തെ കാണാൻ പറ്റുന്നു. ഈ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് അവ ഇപ്പോൾ അട്രാക്റ്റീവ് ആകുന്നത്, പിന്നെ അവ വാങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് സനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയധികം താഴേക്ക് പോകുന്നത്. നമ്മൾ സ്റ്റോക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു പാനിക് സെല്ലിംഗ് നടക്കുന്നത് യുദ്ധം എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാലും അതിനെ പല പല ആംഗിളുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെ റീസൺ കൊണ്ടാണ് പല സെക്ടറുകളും പല സ്റ്റോക്കുകളും ഇങ്ങനെ താഴേക്ക് വീഴുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധത്തിന്റെ സിറ്റുവേഷൻ ഗ്ലോബൽ മാർക്കറ്റുകളെ അൺസ്റ്റേബിൾ ആക്കുന്നുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യയെ പോലെയുള്ള മറ്റു രാജ്യങ്ങളെ ക്രൂഡ് ഓയിലിനായിട്ട് ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, FIIs വലിയ രീതിയിൽ പണം പിൻവലിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 10,000 കോടി രൂപയുടെ ആസ്തികളാണ് അവർ വിറ്റഴിച്ചത്. ഇതിനെല്ലാം പുറമെ മാർക്കറ്റിലെ ഫിയർ ഇൻഡെക്സ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് ഇപ്പോൾ 22 മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു ടെൻഷൻ കൂടുന്നതിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി അതിന്റെ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 23,200 താഴെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വലിയ ഒരു വീഴ്ച ഇനിയും പ്രതീക്ഷിക്കാനുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കിലേക്ക് കിടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിലെ കിങ് ആയിട്ടുള്ള HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ ഇപ്പോഴത്തെ വില അതിന്റെ 52 വീക്ക് ലോയ്ക്ക് അടുത്തുള്ള ഏകദേശം 812-818 റേഞ്ചിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് HDFC ബാങ്ക് ഇങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. HDFCയുമായിട്ടുള്ള മർജറിന് ശേഷമുള്ള ചില കൺസേൺസ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതിലുള്ള മാർജിനിലെ പ്രഷർ, പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായിട്ട് വിൽക്കുന്നു, ഇതെല്ലാമാണ് ഈ ഒരു വീഴ്ചയ്ക്ക് കാരണമായിട്ട് കാണിക്കാൻ കഴിയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നമ്മൾ കരുതുന്നത് എന്നുകൂടി നോക്കാം. ഒന്നാമതായിട്ട് ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ സ്റ്റോക്കിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ ഓവർസോൾഡ് സോണിലാണുള്ളത്. അതായത് ഒരുപാട് സെല്ലിംഗ് നടന്നു കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഒരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാം. സ്റ്റോക്കിന് 812 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഇത് സ്റ്റോക്കിന്റെ 52 വീക്ക് ലോ തന്നെയാണ്. ഈ ലെവലിൽ ഒരു ബൗൺസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫണ്ടമെന്റലി നോക്കുമ്പോൾ HDFC ബാങ്കിന്റെ അസറ്റ് ടു ക്വാളിറ്റിയിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും രാജ്യത്തെ ഏറ്റവും മികച്ച പ്രൈവറ്റ് ബാങ്കുകളിൽ ഒന്നായിട്ട് തന്നെയാണ് HDFC ബാങ്ക് നിലകൊള്ളുന്നത്. മർജറിന് ശേഷമുള്ള പ്രശ്നങ്ങൾ ഒരു ടെമ്പററി പ്രോബ്ലം ആണെന്നും ലോങ് ടൈമിൽ ഈ ഒരു മർജർ ബാങ്കിന് വലിയൊരു ഗ്രോത്ത് നൽകുമെന്നുമുള്ള എക്സ്പേർട്സ് വ്യൂ നല്ല ഒരു സ്ട്രെങ്ത് നൽകുന്നുമുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാങ്കിന്റെ സ്റ്റോക്ക് അതിന്റെ ബുക്ക് വാല്യൂവിനോട് ഇത്ര അടുത്ത് കിട്ടുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ആദ്യം കുതിക്കുന്ന സ്റ്റോക്കുകളിൽ ഒന്നായിട്ട് തീർച്ചയായിട്ടും HDFC ബാങ്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ HDFC ബാങ്കിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവൽ ഏരിയകൾ നമുക്കിവിടെ മാർക്ക് ചെയ്ത് പോകാം. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് TCS. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക് IT സെക്ടറിലെ കിങ് ആയിട്ടുള്ള TCS തന്നെയാണ്. ഗ്ലോബലി IT സെക്ടറിനെ ബാധിച്ചേക്കാവുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവും ഒരു റിസഷൻ വരുമോ എന്ന പേടിയും കാരണം TCS അതിന്റെ 52 വീക്ക് ഹൈ ആയിട്ടുള്ള 3710 നിന്ന് ഏകദേശം 45% ഇടിഞ്ഞ് ഇപ്പോൾ 2410 എന്ന പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വീഴ്ച വന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാന കാരണം AI പുതിയ കണ്ടുപിടുത്തങ്ങൾ ട്രഡീഷണൽ IT സർവീസുകളെ എങ്ങനെ ബാധിക്കും എന്നുള്ള ടെൻഷൻ തന്നെയാണ്. അതോടൊപ്പം അമേരിക്കയിലെയും യൂറോപ്പിലെയും കമ്പനികൾ അവരുടെ IT സ്പെൻഡിങ് കുറയ്ക്കുമോ എന്നൊരു പേടി കൂടി മുന്നിലുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണേണ്ടത്? TCS പോലെ ഒരു വലിയ കമ്പനിയുടെ സ്റ്റോക്ക് ഇത്രയധികം ഓവർ സോൾഡ് ആകുന്നത് സാധാരണയല്ല. സ്റ്റോക്കിന് 2400 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഇത് അതിന്റെ 52 വീക്ക് ലോ തന്നെയാണ്. ഫണ്ടമെന്റൽ ആയിട്ട് TCS ഒരു ഡെപ്റ്റ് ഫ്രീ ക്യാഷ് റിച്ച് കമ്പനിയാണ്. എല്ലാ വർഷവും ഇൻവെസ്റ്റേഴ്സിന് നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന ഹിസ്റ്ററി TCSനുണ്ട്. വിലയിടിവ് കാരണം സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് ഈൽഡ് 2.49% ആണ്. കമ്പനിയുടെ ഓർഡർ ബുക്ക് ഇപ്പോഴും സ്ട്രോങ് ആണ്. ടെമ്പററി ആയ പേടി കാരണം വീണ് കിടക്കുന്ന ഈ സ്റ്റോക്ക്
സ്റ്റോക്ക് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്റ്റോക്കുകളിൽ ഒന്നാണ്. ഇപ്പൊ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്റ്റോക്ക് ഒരു മിഡ് ക്യാപ്പ് IT കമ്പനിയാണ്. പക്ഷെ സാധാരണ IT കമ്പനിയല്ല, ഓട്ടോമൊബൈൽ, പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ സോഫ്റ്റ്വെയർ ഫീൽഡിലെ ലീഡർ ആയിട്ടുള്ള KPIT ടെക്നോളജീസ്. മുമ്പ് 1930 വരെ പോയ സ്റ്റോക്ക് ഇപ്പോൾ 50% കൂടുതൽ ഇടിഞ്ഞ് 660, 670 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ വീഴ്ച KPITക്ക് ഉണ്ടായത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. മിഡ് ക്യാപ്പ് IT സ്റ്റോക്കുകളിൽ വന്ന ഒരു ജനറൽ കറക്ഷനും ഇതിന്റെ ഹൈ വാല്യുവേഷനെ കുറിച്ചിട്ടുള്ള ടെൻഷനുമാണ് മെയിൻ ആയിട്ടുള്ള കാരണം. കൂടാതെ ഡിസംബർ 2020 കണക്ക് നോക്കുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇടിവും വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നമ്മൾ കരുതണം. KPIT ഒരു സാധാരണ IT കമ്പനിയല്ല. ലോകത്തിലെ വലിയ കാർ കമ്പനികളായിട്ടുള്ള BMW, മെഴ്സിഡസ് പോലെയുള്ളവർക്ക് വേണ്ട സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുകയാണ് KPIT ചെയ്യുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെയും സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾസിന്റെയും ഈ കാലത്ത് KPITയുടെ ഗ്രോത്ത് ചാൻസുകൾ വളരെ വളരെ പോസിറ്റീവ് ആണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫണ്ടമെന്റലായി കമ്പനിയുടെ ഗ്രോത്ത് നമ്പേഴ്സ് അടിപൊളിയാണ്. ഇത്രയും നല്ലൊരു കമ്പനിയുടെ സ്റ്റോക്ക് 50% ഡിസ്കൗണ്ടിൽ കിട്ടുന്നത് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സിന് നോക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ മിഡ് ക്യാപ്പ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലെ റിസ്ക്കും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് എൻട്രി എടുക്കാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണാൻ കഴിയും. 653 ഈ സ്റ്റോക്കിന് നല്ല ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ KPITയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്കൽ ലെവലുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നാലാമത്തെ സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ പവർ ഹൗസ് ആയിട്ടുള്ള ട്രെൻഡ് ലിമിറ്റഡ് ആണ്. ബെസ്റ്റ് സൈഡ്, സ്റ്റാർ ബസാർ, പ്രത്യേകിച്ച് സ്റ്റുഡിയോ, ഇവയുടെ എല്ലാം ഓണേഴ്സ് ആയിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് അതിന്റെ റീസെന്റ് ഹൈ ആയിട്ടുള്ള 6261 നിന്ന് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് 3487 എന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വീഴ്ച ഉണ്ടായത് എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. മെയിൻ ആയിട്ടുള്ള കാരണം മാർക്കറ്റിലെ കോമൺ ആയിട്ടുള്ള ഒരു ഫോളും സ്റ്റോക്കിന്റെ ഹൈ വാല്യുവേഷനുമാണ്. ട്രെൻഡിന്റെ PE റേഷ്യോ ഇപ്പോഴും ഹൈ ആയിട്ട് തന്നെ തുടരുകയാണ്. മാർക്കറ്റ് വീഴുമ്പോൾ ഇതുപോലത്തെ ഹൈ വാല്യുവേഷൻ സ്റ്റോക്കുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇടിവ് കിട്ടാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് തുടർച്ചയായിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫണ്ടമെന്റലായിട്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കരുതേണ്ടത്? ഫണ്ടമെന്റലായിട്ട് ട്രെൻഡിന്റെ ഗ്രോത്ത്, പ്രത്യേകിച്ച് സ്റ്റുഡിയോയുടെ ഗ്രോത്ത് ഒരു രക്ഷയുമില്ലാത്ത ഗ്രോത്ത് തന്നെയാണ്. ഇന്ത്യയിലെ ടയർ 2, ടയർ 3 സിറ്റികളിൽ സ്റ്റുഡിയോ പെട്ടെന്ന് വളരുകയും വലിയൊരു മാർക്കറ്റ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ സെക്ടറിൽ ഇത്രയും സ്ട്രോങ് ഗ്രോത്ത് കാണിക്കുന്ന വേറൊരു കമ്പനി ഇന്ത്യക്ക് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഹൈ PE ഒരു ടെൻഷൻ ആണെങ്കിലും നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികൾക്ക് മാർക്കറ്റ് എപ്പോഴും ഒരു പ്രീമിയം പ്രൈസ് കൊടുക്കാറുണ്ട്. ഈ കറക്ഷൻ ലോങ് ടൈമിലേക്ക് ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു എൻട്രി പോയിന്റ് ആയിട്ട് കാണേണ്ടതുണ്ട്. ഈ അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള സ്റ്റോക്ക് ഒരു IT ഭീമനായിട്ടുള്ള ഇൻഫോസിസ് ആണ്. TCSനെ പോലെ തന്നെ ഗ്ലോബൽ ടെൻഷനുകൾ കാരണം ഇൻഫോസിസും അതിന്റെ 52 വീക്ക് ഹൈ ആയിട്ടുള്ള 1728 നിന്ന് നല്ലപോലെ കറക്റ്റ് ചെയ്ത് ഏതാണ്ട് 1248 എന്ന റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. TCSുമായിട്ട് നോക്കുമ്പോൾ ഇൻഫോസിസിനും ഏകദേശം ഇതേ കാരണങ്ങൾ തന്നെയാണ് വീഴ്ചയ്ക്ക് പിന്നിലുള്ളത്. അതേസമയം എന്തുകൊണ്ടാണ് നമ്മൾ ഇൻഫോസിനെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പരിഗണിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് സ്റ്റോക്കിന്റെ RSI, രണ്ടാമതായിട്ട് ഇൻഫോസിസ് എപ്പോഴും നല്ല ഡിവിഡൻഡ് തരുന്ന ഒരു കമ്പനി തന്നെയാണ്. ഇപ്പോഴത്തെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3.44% ആണ്. ഫണ്ടമെന്റലായിട്ട് ഇൻഫോസിസും TCSും സ്ട്രോങ് കമ്പനികളാണ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഡീലുകളിൽ ഇൻഫോസിസ് നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 ബോട്ടം ഫിഷിംഗ് ചെയ്യാൻ പറ്റിയ 5 കമ്പനികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു പോയത്. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് സംസാരിച്ച 5 സ്റ്റോക്കുകളും HDFC ബാങ്ക്, TCS, KPIT ടെക്, അതുപോലെ തന്നെ ട്രെൻഡ്, ഇൻഫോസിസ് അവരുടെ സെക്ടറിലെ ലീഡേഴ്സ് ആണ്. മാർക്കറ്റിലെ ഒരു യുദ്ധഭീതിയും അതുപോലെ തന്നെ ടെമ്പററി പ്രോബ്ലങ്ങളും കാരണം അവയുടെ വില നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലൊരു കാര്യം പ്രത്യേകം ഓർക്കുക, മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഫുൾ ക്യാപിറ്റലും ഒന്നിച്ചു കൊണ്ടുപോയി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പകരം ഒരു സ്റ്റാഗേർഡ് എൻട്രി, അതായത് കുറേശ്ശെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഫോളോ ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്റ്റോക്കിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം 25,000 രൂപയ്ക്ക് വാങ്ങുക. പിന്നെ സ്റ്റോക്ക് ഇനിയും താഴേക്ക് പോവുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവലിൽ വെച്ച് അടുത്ത 25,000 രൂപയ്ക്ക് വാങ്ങുക. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ആവറേജ് ബൈയിങ് പ്രൈസ് താഴേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അപ്പൊ ഈ സ്റ്റോക്കുകളിൽ ഏതെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് നിഫ്റ്റി 50 23,200, 23,500 എന്ന റേഞ്ചിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. റിസ്ക് കുറയ്ക്കാൻ അത് വളരെ നല്ലതാണ്. പേടിച്ച് വിൽക്കുന്നതിന് പകരം ഓപ്പർച്യൂണിറ്റികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ആകുക. അപ്പോൾ ഈ 5 സ്റ്റോക്കുകളിൽ ഏതാണ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ളത്? അല്ലെങ്കിൽ ഈ വീഴ്ചയിൽ നിങ്ങൾ നോക്കുന്ന മറ്റ് സ്റ്റോക്കുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഈ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഡീറ്റെയിൽ സ്റ്റോക്ക് അനാലിസിസ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.